ഇത് MC നാസർ ദുബൈയിൽ നിന്ന് ചേരുന്നു. നാസർ, ഇന്ന് UAE വിവിധ പ്രദേശങ്ങളിൽ ആക്രമണം ഉണ്ടായോ? അജിംസ്, വളരെ ചെറിയ തോതിലുള്ള ആക്രമണം മാത്രമാണ് ദുബൈയിൽ നടന്നതായിട്ടുള്ള റിപ്പോർട്ടുള്ളത്. പക്ഷേ ആ മിസൈൽ ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. വ്യാപകമായിട്ടുള്ള ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഇൻസിഡന്റുകളോ സംഭവങ്ങളോ UAE സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ വളരെ കരുതലോടുകൂടി തന്നെയാണ് രാജ്യം ഏതൊരു ഭീഷണിയും നേരിടാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ പല സ്ഥലങ്ങളിലായിട്ട് ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊക്കെയും നിർവീര്യമാക്കുന്നതിൽ രാജ്യം വലിയ തോതിൽ തന്നെ വിജയം കൈവരിച്ചു. അതുകൊണ്ട് അത്തരം ത്രെട്ടുകളൊക്കെ മറികടക്കാനുള്ള എല്ലാ ശേഷിയും പ്രാപ്തിയും തങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് UAE തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം ഏതെങ്കിലും ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സംഭവ വികാസങ്ങളൊന്നും തന്നെ UAE നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വളരെ ഒന്നോ രണ്ടോ പേർക്ക് പരിക്കുപേറ്റ സംഭവങ്ങൾ, അതും ഇന്നലെ രാത്രി എയർപോർട്ടുകൾക്ക് നേരെ, ദുബൈയിലെയും അബുദാബിയിലെയും എയർപോർട്ടുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ വളരെ ചുരുക്കം പേർക്ക് നേരിയ പരിക്കേറ്റത് മാറ്റി നിർത്തിയാൽ വലിയ അത്യാഹിതങ്ങളോ സംഭവങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ ശാന്തമായിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണ് പിന്നിട്ട് മണിക്കൂറുകളൊക്കെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജെയിംസ്, ഇന്ന് ഇസ്രായേലിൽ ആക്രമണം ഉണ്ടായോ നാസർ? അജിംസ്, അല്പം മുമ്പ് തെല്ലവീവിൽ വൻ സ്ഫോടനം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഇന്നലെയും ഇന്ന് രാവിലെയുമായിട്ട് നിരവധി മിസൈലുകളായിരുന്നു ഇസ്രായേലിന്റെ വിവിധ നഗരങ്ങൾക്ക് നേരെ, പ്രധാനമായിട്ടും തെല്ലവീവ് ഉൾപ്പെടെ അഷ്കലോൺ, അസ്ദോദ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്കും ഇറാൻ മിസൈലുകൾ വലിയ തോതിൽ നാശം വിതച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഔദ്യോഗികമായിട്ടിപ്പം ഇസ്രായേൽ നേതൃത്വം വ്യക്തമാക്കുന്നത് 46ഓളം കെട്ടിടങ്ങൾക്ക് തകർച്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷേ പരിക്കേറ്റ മരണപ്പെട്ടവരുടെ എണ്ണം 8ആയി ഉയർന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ 100-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടും ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നുണ്ട്. അല്പം മുമ്പ് ഇറാന് നേരെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വ്യാപകമായിട്ടുള്ള ആക്രമണം തുടരുന്നതായിട്ട്, അത് പ്രധാനമായിട്ടും തെഹ്റാൻ, ഇസ്ഫഹാൻ, കുമ്മ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഇറാൻ നഗരങ്ങളെ ലക്ഷ്യമാക്കിയാണ് ഈ ആക്രമണം നടക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് അജിംസെ പുതിയൊരു വാർത്ത കൂടി നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ആക്രമണം നടന്നതായിട്ട് ഒമാനിലെ സമുദ്രയാന അതോറിറ്റി ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒമാനിന്റെ ഭാഗമായിട്ടുള്ള മുസന്തത്തിൽ നിന്ന് 5 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ എണ്ണ ടാങ്കറിന്, പതാക വഹിച്ചിരിക്കുന്ന ഒരു എണ്ണ ടാങ്കറിനാണ് നേരെയാണ് ആക്രമണം സംഭവിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആളപായമുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ ഒരുപക്ഷെ അടുത്ത മണിക്കൂറിൽ ലഭ്യമാവുമെന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഈ മേഖലയിലെ സംഘർഷം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ എണ്ണ ടാങ്കറുകൾക്ക് നേരെ ആക്രമണം നടക്കുന്ന ആദ്യ സംഭവം കൂടിയാണ് ഇപ്പോൾ ഒമാൻ സമുദ്രയാന അതോറിറ്റി നൽകിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നേരത്തെയൊക്കെ നമ്മൾ ആശങ്കപ്പെട്ടതുപോലെ ഹോർമസ് കടലിടുക്ക് കേന്ദ്രീകരിച്ചും സംഘർഷം വലിയ തോതിൽ തന്നെ പിടിമുറുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം അവിടെ അമേരിക്കയുടെയും മറ്റും വിമാനവാഹിനി കപ്പലുകളും ഒക്കെ നങ്കൂരമിട്ട ഒരു പ്രദേശം കൂടിയാണ് ഈ സമുദ്ര മേഖല. അവിടേക്ക് കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണം ഇന്നലെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ ഇറാൻ നേതൃത്വം വ്യക്തമാക്കുന്നത് തങ്ങളുടെ നാവികസേന ഏതൊരു ഭീഷണി നേരിടാൻ സജ്ജമാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം അമേരിക്കൻ കപ്പലുകൾക്ക് ഈ ഭാഗത്തേക്കുള്ള പ്രവേശനം വിലക്കുന്നത് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ ഇറാൻ നേതൃത്വം ഗൗരവമായി തന്നെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അത് വരികയാണെങ്കിൽ സംഘർഷം കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങും. കാരണം അമേരിക്കൻ കപ്പലുകൾക്കും അതിന്റെ സംവിധാനങ്ങൾക്കും നേരെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ആക്രമണം വരികയാണെങ്കിൽ 10 മടങ്ങ് പ്രഹരശേഷിയോടുകൂടി തന്നെ ആഞ്ഞടിക്കുമെന്ന ഒരു മുന്നറിയിപ്പാണ് ഇന്നിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇറാന്റെ തുടർ നീക്കങ്ങൾ, പ്രത്യേകിച്ചും ഈ ഒരു സമുദ്ര മേഖലയുമായി ബന്ധപ്പെട്ട, നാവിക മേഖലയുമായി ബന്ധപ്പെട്ട് ഇറാൻ കൈക്കൊള്ളാൻ പോകുന്ന ഏതൊരു നീക്കവും ഈ സ്ഥിതിഗതികളെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കും. അത് ഒഴിവാക്കാനുള്ള നീക്കങ്ങളൊക്കെ വളരെ പരിമിതമായ മാത്രമാണ് നടക്കുന്നത്. കാരണം ഒമാനൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് ചില നീക്കങ്ങൾ, ആശയവിനിമയം ഇറാനുമായിട്ടും അതോടൊപ്പം തന്നെ അമേരിക്കയുമായിട്ടും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ഫലപ്രാപ്തിയിലെത്താൻ വലിയ ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം പ്രധാനമായും ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് അയത്തുല്ല അലി ഖംനഈ വധിക്കപ്പെട്ട അതിന്റെ ഒരു സ്ഥിരീകരണം ഇറാൻ നടത്തിയോടുകൂടി കുറെ കൂടി വൈകാരികമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പം പ്രദേശം, പ്രത്യേകിച്ച് ഇറാൻ മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഇസ്ഫഹാനിലും കുമ്മിലും തെഹ്റാൻ
ഒമാനിലുമൊക്കെ പതിനായിരങ്ങൾ തമ്പടിച്ചുകൊണ്ടാണ് പ്രാർത്ഥനാ റാലികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെയും ഉയർത്തുന്ന മുദ്രാവാക്യം ശത്രുക്കൾക്കെതിരെ കൂടുതൽ പ്രതികാര നടപടികൾ ഉണ്ടാകണമെന്നാണ്. ആ പ്രതികാര നടപടികൾക്ക് വേണ്ടിയുള്ള ഈ വൈകാരികമായിട്ടുള്ള പിന്നെ ഈ നിലപാടുകൾ, റാലികൾ സ്വാഭാവികമായിട്ടും IRGCയെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശക്തമായിട്ടുള്ള പ്രതികാര നടപടികളുമായി, പ്രത്യാക്രമണമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ അവരെ പ്രേരിപ്പിക്കും. പക്ഷേ അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ അത്ര ചെറുതായിരിക്കില്ല. പ്രത്യേകിച്ച് അമേരിക്ക വലിയ തോതിലുള്ളൊരു മുന്നറിയിപ്പ് ഇന്ന് രാവിലെയും ട്രംപ് നൽകിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ, പ്രത്യേകിച്ച് വ്യോമപാതകൾ തുറക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരു തീരുമാനമോ എത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം യാത്രക്കാരുടെ, പ്രത്യേകിച്ച് വിമാനങ്ങളുടെ സുരക്ഷ ഏറ്റവും വലിയ പരിഗണനയായിട്ടാണ് UAE ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഈ മേഖലയിൽ പൂർണ്ണമായിട്ടും ഈ സുരക്ഷാ ഭീഷണി ഒഴിയുന്ന ഒരു സമയം വരെ കാത്തിരിക്കുക, അതിനുശേഷം മാത്രം ഈ വ്യോമപാത തുറന്നാൽ മതി എന്നൊരു തീർപ്പിലേക്കാണ് പിന്നെ UAE ഉൾപ്പെടെയുള്ള, ഖത്തർ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും എത്തിച്ചേരുന്നത്. അതുകൊണ്ട് ഏത് സമയത്ത് വ്യോമപാത തുറക്കും, വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന ചോദ്യത്തിന് ഈ ഘട്ടത്തിലും കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകാൻ അധികൃതർ പോലും തയ്യാറാവുന്നില്ല. കാത്തിരിക്കുക എന്ന ഒരു നിർദ്ദേശം മാത്രമാണ് വിവിധ വിമാന കമ്പനികൾ അതിന്റെ യാത്രക്കാർക്ക് നൽകുന്ന നിർദ്ദേശമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്.